എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ സുപ്രഭാതം നല്ലൊരു പ്രഭാതമാണ്. ഞാനിപ്പോൾ ട്രിവാൻഡ്രത്തിരുന്നാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. നമുക്കറിയാം, പോയ കുറേ അധികം പ്രഭാതങ്ങൾ വീർപ്പുമുട്ടലിൻ്റെയും ആകാംക്ഷയുടെയും സമരങ്ങളുടെയൊക്കെ പ്രഭാതമായിരുന്നു. അതെല്ലാം ഇന്നലോടെ പര്യവസാനിച്ചു. ഇന്ന് നാം ഒരു പുതിയ സുപ്രഭാതത്തിലേക്കാണ് കടന്നിരിക്കുന്നത്. അതിന് നമുക്കെല്ലാം ജഗദീശ്വരനോട് ആദ്യമേ തന്നെ നന്ദി പറയാം. ഇനി ആര് തോറ്റു ആര് ജയിച്ചു എന്നുള്ളതല്ല ഇവിടെ നാം നോക്കേണ്ടത്. എപ്പോഴും സത്യം ജയിക്കും, കുറച്ച് വൈകുമെന്ന് മാത്രം. അതുതന്നെയാണ് ഇതിന് സംഭവിച്ചത്. ഒരിക്കലും അധികാരത്തിലിരിക്കുന്നവരും പ്രതിപക്ഷത്തിലിരിക്കുന്നവരും സമരം ചെയ്യുന്നവരും സമര അനുകൂലികളും ഒക്കെ ചേർന്ന് അവരുടെ ഓരോ കാര്യങ്ങൾ നിർവഹിക്കുമ്പോൾ അതിലൂടെ രാജ്യത്തിൻ്റെ സുരക്ഷിത ഉറപ്പാക്കേണ്ട ഒരാവശ്യമാണ്. നാം എന്തൊക്കെയോ കേട്ടു. വിദ്യാർത്ഥികൾ അവരുടെ ആവശ്യങ്ങൾക്കായി സമരമുറമായി ഇറങ്ങിയപ്പോൾ അത് വിദേശ ശക്തികളുടെ പിന്നിൽ നിന്നും ഉള്ള ഒരു കളിയാണ്. മോശമായ ഒരുപാട് പ്രഖ്യാപനങ്ങൾ വന്നു. അവസാനം അതിനെ രാഷ്ട്രീയമായി തന്നെ എടുക്കേണ്ടി വന്നു. എന്നാൽ ആരും ഇതിൽ അഹങ്കരിക്കരുത്. ചെയ്തത് എന്താണെന്ന് വെച്ചാൽ സത്യമായ കാര്യങ്ങൾ അവസാനമേ മനസ്സിലാകൂ. അതിനു മുൻപേ പവറും ശക്തിയും മറ്റു എല്ലാമായി അതിനെയെല്ലാം ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും സത്യം ഒരിക്കൽ മുകളിലോട്ട് വരും. ഒന്ന് പറയാനുള്ളത്, ഇപ്പോഴുള്ള ഭരണകക്ഷി ഇനിയെങ്കിലും എന്ത് കാര്യം ചെയ്താലും ഒന്ന് ശ്രദ്ധിച്ചാലും ഇതിനെ ഇത്ര നീട്ടിക്കൊണ്ടുപോകേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. തെറ്റുകൾ സംഭവിച്ചെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യേണ്ട ആവശ്യമാണ്. പ്രതിപക്ഷത്തിനോടും സമരം ചെയ്യുന്നവരോടും അനുഭവമായ ഒരു ചിന്താഗതി എല്ലാവർക്കും ഉണ്ടാകുന്നുണ്ടായിരുന്നു. എന്ത് തന്നെയായിരുന്നില്ല, ആരെന്ത് പറഞ്ഞാലും അവരെ വിളിക്കുക, അവരുടെ വിവരങ്ങൾ അറിയുക, സമാധാനം കണ്ടെത്തുക. അവിടെ പാർട്ടിക്കല്ല മുൻതൂക്കം കൊടുക്കേണ്ടത്. നോക്കണം, ഈ സമരത്തിൻ്റെ പേരിൽ മതത്തിൻ്റെ പേരിലും അല്ലാതെയും ഭീകരവാദത്തിൻ്റെ പേരിലുമൊക്കെ പലതും പറഞ്ഞെങ്കിലും അവസാനം നാം ആഗ്രഹിച്ച ഒരു ഫലം കിട്ടി. ഇവിടെ നമ്മൾ ദുഃഖിക്കേണ്ടത് കുറേ അധികം ജീവനുകൾ നഷ്ടപ്പെട്ട ആ കുടുംബത്തിനോട് നാം എപ്പോഴും ഒരു അനുകമ്പ ഉള്ളവരായിരിക്കണം. അവരുടെ ആ മരണമടയിൽ ഒരു വിജയത്തിൻ്റെ മറ്റൊരു ഭാഗം കൂടിയാണ്. റോഡിലും മറ്റിലും അനാവശ്യമായ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങി ഈ കാലാവസ്ഥകൾ അതിജീവിച്ച് പിടിച്ചു നിന്ന ഓരോ വിദ്യാർത്ഥികൾക്കും ഈ സമര അനുകൂലികൾക്കും എല്ലാവരെയും നാം അനുമോദിക്കുന്നു. ഒപ്പം രാജിവെച്ച ആ മന്ത്രി കുറച്ച് വൈകിയെങ്കിലും ഒരു ധാർമ്മികത മന്ത്രി കാണിച്ചു. ആ മന്ത്രിക്കും അഭിനന്ദനങ്ങൾ. ഇതിനെ വലിയ മോശമായ ഒരു രീതിയിൽ പോകാതെ പട്ടാളവും അടിച്ചമർത്തലും ഇതൊക്കെ കൊണ്ട് അതിനെ ഒന്നും കൂടുതൽ എടുക്കുക. എന്നാൽ അവർ ഉപയോഗിക്കേണ്ടതൊക്കെ ഉപയോഗിച്ചു. പക്ഷെ അവസാനം തെറ്റ് ചെയ്തവർക്ക് മനസ്സിലായി, ഞാൻ പ്രവർത്തിക്കുന്നത് തെറ്റാണ്, ഇങ്ങനെ ആകരുതായിരുന്നു. ഇന്നത്തെ ഒരു പ്രഭാതം ഇതിന് മുമ്പേ ആകാമായിരുന്നു. അതിനുള്ള സാഹചര്യം ഒരുക്കാമായിരുന്നു. പക്ഷെ അവിടെയെല്ലാം മൗനമായിരുന്നു. ഇനി എനിക്ക് പ്രധാനമന്ത്രിയോട് പറയാനുള്ളത്, നിങ്ങൾ എന്ത് ആക്ഷൻ എടുത്താലും അതിൻ്റെ സമയം അനുസരിച്ച് അത് ആപ്റ്റ് ടൈമിൽ നിങ്ങൾ ആക്ഷൻ എടുത്തില്ലെങ്കിൽ നിങ്ങളുടെ പദവിക്കും അതൊരു കളങ്കം ചേർത്തുന്നതായിരിക്കും. ഒരു പാർട്ടിയെ പ്രതിനിധീകരിച്ച് ഭരണം നടത്തുന്ന എല്ലാവരും ഒന്ന് മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ നല്ല രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടുകൂടെ ആയിരിക്കണം നിങ്ങളുടെ ഭരണങ്ങൾ നിർവഹിക്കേണ്ടത്. പാർട്ടിക്ക് വേണ്ടിയോ മതത്തിന് വേണ്ടിയോ അങ്ങനെയൊന്നും ആകരുത്. ഇതൊരു ജനാധിപത്യ രാജ്യമാണ്, ഇത് ഇന്ത്യയാണ്. ഇവിടെ ആർക്കും എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഭരണഘടന പറയുന്നുണ്ടെങ്കിലും ആ സ്വാതന്ത്ര്യത്തെ മിസ്യൂസ് ചെയ്യരുത്. അത് വളരെ മോശമുള്ളൊരു കാര്യമാണ്. എങ്കിൽ തന്നെയും നമ്മുടെ ഈ സമരത്തെക്കുറിച്ച് പല മാധ്യമങ്ങളും, ഏറ്റവും കൂടുതൽ ചില മാധ്യമങ്ങൾ ഈ സമരത്തെ അനുകൂലിച്ചിരുന്നില്ല. അവർ വളരെ മോശമായ രീതിയിൽ ആൻറ്റി നാഷണൽ അനുസരണമായ പ്രൊപ്പഗണ്ട ആയിരുന്നു. ഭീകരവാദികൾ ഇതിൻ്റെ പിന്നിലുണ്ട്.
എന്തൊക്കെയോ അതൊക്കെ പറ്റുന്നില്ല. പിന്നെ ചില വ്യക്തികൾ, ഞാൻ പേര് പറയുന്നില്ല, അവരുടെ ചില പ്രഖ്യാപനങ്ങൾ എന്തോ മതഗ്രന്ഥങ്ങളൊക്കെ അടിസ്ഥാനമാക്കി രോഗം അവസാനിക്കും, അത് വായിച്ചു ഇത് വായിച്ചു, ഇതൊന്നും നല്ലതല്ല, സംസ്കാരത്തിന് യോജിച്ചതല്ല. മതപണ്ഡിതന്മാരോടും മതപുരോഹിതന്മാരോടും മത അനുകൂലികളോട് പറയുന്നു, മതം ഒരിക്കലും രാഷ്ട്രീയത്തിൽ കലർത്തരുത്. മതം എന്നത് അത് വേറൊരു സംസ്കാരമാണ്. അതിൽ ശരിയും തെറ്റുകളും ഒത്തിരിയുണ്ട്. ഈ മതത്തിൽ വിശ്വസിക്കുന്നവർ, മതപ്രചരണം നടത്തുന്നവർ ആരായിരുന്നാലും യഥാർത്ഥത്തിൽ ആ മതത്തിൻ്റെ മൂല്യങ്ങൾ എന്താണെന്ന് അറിയുന്നവരല്ല. പലരും അറിയാത്തവരാണ്. ഒരു നേതാവ് എന്ത് വിളിച്ച് പറഞ്ഞാലും അതിൻ്റെ ശരിയും തെറ്റും, തെറ്റാണെങ്കിൽ ഓക്കെ എന്ന് പറയുക, ശരിയാണെങ്കിലും ഓക്കെ. അതല്ല, അതിനെ മനസ്സിലാക്കുക. പ്രധാനമായി ചെയ്യേണ്ടത്, നാം ഈ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന വിദ്യാർത്ഥികൾ, അവർ നാളെ ഇന്ത്യയുടെ വാഗ്ദാനങ്ങളാണ്. നാളെ ഇന്ത്യയെ നല്ല രീതിയിൽ മുകളിലേക്ക് എത്തിക്കേണ്ട ഈ ഇന്നത്തെ വിദ്യാർത്ഥികളാണ്. അതോ അവരുടെ ആവശ്യങ്ങൾ, അവരുടെ ആഗ്രഹങ്ങൾ, അവരുടെ വിചാരങ്ങൾ അതിനെ ഏത് ഭരണകക്ഷിയായാലും അതിനെ ഉൾക്കൊള്ളണം. അവരെ വിളിച്ചിരുത്തി അവർ ചോദിക്കുന്ന ഡിമാൻഡുകൾ എന്താണ്, ഇതിനു വേണ്ടിയാണെന്നുള്ള അനുഭാവപൂർവം പരിഗണിച്ച് ഒരു പ്രതിവിധി കണ്ടെത്താൻ ശ്രമിച്ചാൽ ഈ ഒരു സമരങ്ങളും അത്ര നീണ്ടുപോകില്ല. അതുപോലെ തന്നെ പാർലമെൻറ്റിൽ ഒരിക്കലും ഭരണകക്ഷി മാത്രമാണ് ഇന്ത്യ ഭരിക്കുന്നത് എന്ന് കരുതി തെറ്റാണത്. ഭരണകക്ഷിയോടൊപ്പം നല്ലൊരു പ്രതിപക്ഷമുണ്ടെങ്കിൽ മാത്രമേ ആ ഭരണം ശരിക്ക് കാഴ്ചവെക്കാൻ പറ്റൂ. രണ്ടാമത്, ഏത് ഭരണകക്ഷിക്ക് എന്ത് തെറ്റ് പറ്റിയാലും തെറ്റെന്താണെന്ന് ചൂണ്ടിക്കാണിക്കുകയും അതിനൊരു പരിഹാരമാർഗം കൂടെ പറഞ്ഞു കൊടുക്കേണ്ടതാണ് പ്രതിപക്ഷം ചെയ്യേണ്ടത്. ഒരു ഭരണം നടത്തി പോകുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല, അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും സംഭവിച്ചു, നമുക്കെല്ലാം മറക്കാം. നല്ലൊരു പ്രഭാതമാണ് ഇന്നത്തെ. ഇനി ഇതേപോലുള്ള പ്രഭാതങ്ങളായിരിക്കട്ടെ ഇനി വരുന്ന ഓരോ ദിവസവും. വീണ്ടും പറയുന്നു, ഇതിനു വേണ്ടി ഒത്തിരി പേര് ബുദ്ധിമുട്ടി സഹനശക്തിയുള്ളവരുണ്ടായിരിക്കുക. ആ വിദ്യാർത്ഥികളെല്ലാവർക്കും നിങ്ങൾക്ക് അഭിവാദനം. നിങ്ങൾ ഇനിയും നല്ലതിന് വേണ്ടി പ്രവർത്തിക്കുക. നല്ലതിന് വേണ്ടി നിങ്ങൾ പ്രവർത്തിച്ചാൽ രാഷ്ട്രഭേദമെന്നെ മതഭേദമെന്നെ എല്ലാവരും നിങ്ങളുടെ മുന്നിൽ അണിനിരക്കും. പക്ഷേ ചെയ്യുന്നത് നല്ലതായിരിക്കണം. നമ്മുടെ രാജ്യത്തെ കളങ്കപ്പെടുത്തുന്ന രീതിയിലുള്ള മറ്റുള്ള ഒരു മോശമായ പ്രവണതയിലൂടെയുള്ള ഒരു സമര രീതികൾ നാം അവലംബിക്കേണ്ട. ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുന്നു ഭരണകക്ഷിക്കും അതിനേക്കാൾ ഉപരി പ്രതിപക്ഷത്തിനും കറക്റ്റ് ടൈമിന് ഇടപെട്ട് ഇതിനൊരു സമാപ്തി കുറിച്ചതിന് എല്ലാവർക്കും അഭിവാദനങ്ങൾ. കാണാം വീണ്ടും. ഒരിക്കൽ കൂടി പറയുന്നു, ഇനിയുള്ള സുപ്രഭാതങ്ങൾ നല്ല കിരണങ്ങൾ തിളങ്ങട്ടെ, സൂര്യപ്രകാശമേറ്റ് നമുക്ക് ഓരോ പ്രഭാതങ്ങളെയും നമുക്ക് എതിരേൽക്കാം. ഞാൻ GK തുമ്പക്കാരൻ. താങ്ക് യു.